ഹരേ കൃഷ്ണ. തിരുപ്പാവൈ പാസുരം പാസുരം 12. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഒരു ഗോപാലകൻ അദ്ദേഹത്തിൻ്റെ അനിയത്തിയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ് ആണ്ടാളമ്മയും സഖിമാരും. ആണ്ടാളമ്മ പറയുന്നു, ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഗോപാലകൻ, ആ ഗോപാലകൻ തൻ്റെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. പശുക്കളുടെ എല്ലാം അകിടുകളിൽ നിന്നും പാല് നിറഞ്ഞിട്ട് അവർ തങ്ങളുടെ കിടാങ്ങളെ ആലോചിച്ചുകൊണ്ട് പാൽ ചുരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണ്ടാളമ്മ ഉണർത്താൻ വന്ന ഗോപികയുടെ വീട്ടുമുറ്റത്ത് ആ മണ്ണ് മുഴുവനും ആ പാല് കൊണ്ടങ്ങനെ ഉതിർന്ന് കിടക്കുകയാണ്. ആ വീട്ടിലേക്ക് കയറാൻ പോലും ആണ്ടാളമ്മയ്ക്കും സഖിമാർക്കും സാധിക്കുന്നില്ല. അതാ ചാറ്റൽ മഴയും പെയ്തു തുടങ്ങി. ആ മഴയത്ത് ഈ ചെളിയിലുള്ള മണ്ണിൽ ചവിട്ടാൻ സാധിക്കാതെ ആ വീട്ടുമുറ്റത്തങ്ങനെ നിൽക്കുകയാണ് ആണ്ടാളമ്മയും സഖിമാരും. തൻ്റെ കർമ്മങ്ങൾ ചെയ്യാതെ ഭഗവത് കാര്യങ്ങളിൽ, ഭഗവത് സേവനങ്ങളിൽ മുഴുകിയ ആ ഗോപാലകൻ ലക്ഷ്മണസ്വാമിയെപ്പോലെയാണല്ലോ, അവരുടെ അനിയത്തി തന്നെയാണോ നീ എന്നാണ് ആണ്ടാളമ്മ ചോദിക്കുന്നത്. ആണ്ടാളമ്മ ഇങ്ങനെ ഭഗവാനു വേണ്ടി തൻ്റെ കർമ്മങ്ങൾ ഒഴിവാക്കുന്നതിൽ പാപമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തൻ്റെ കർമ്മം ഉപേക്ഷിക്കുന്നത് മടി കൊണ്ടാകരുത്. കാരണം ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി എന്നും എപ്പോഴും വാഴുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി ആയിരിക്കുന്ന വീടായതുകൊണ്ട് എല്ലാ സമ്പത്തും ഐശ്വര്യവും ആ ഗോപാലകനുണ്ട്. വീണ്ടും ആണ്ടാളമ്മ പറയുന്നു, നിന്റെ സഹോദരൻ ആ പശുക്കളെ ഉപേക്ഷിച്ചതുപോലെ ഹേ പെണ്ണെ, നീയും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിൽക്കുകയാണോ? ഞങ്ങളിവിടെ മഴ കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ് നീ ഉണർന്നെഴുന്നേറ്റ് വരാത്തത്? വരൂ, നമുക്കൊരുമിച്ച് പാവൈ വ്രതം എടുക്കാം. ആണ്ടാളമ്മയും സഖിമാരും മുറ്റത്ത് കാത്തു നിന്നു. ഉറക്കമുണരുന്നതേയില്ല ഈ ഗോപിക. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കോപം കൊണ്ട് ആ 10 തലയുള്ള രാക്ഷസനെ അവൻ്റെ തട്ടകമായിട്ടുള്ള ആ ലങ്കയിൽ ചെന്ന് വധിച്ച ശ്രീരാമസ്വാമിയുടെ നാമം ജപിക്കുക. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഗോപിക എണീക്കും. തൻ്റെ ഭക്തനെ ദ്രോഹിച്ചത് കാരണമാണ് ശ്രീരാമചന്ദ്രന് കോപം ഉണ്ടായത്. ഇനി രാവണനെ എങ്ങനെ വധിച്ചു? രാവണൻ്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം മുഴുവനും ഇല്ലാതെയാക്കി. അതിന് താൻ ഒന്നും അല്ലാണ്ടായി മാറണം. ആദ്യം മക്കളെയൊക്കെ വധിച്ചു രാവണൻ്റെ. പിന്നെ ബന്ധുമിത്രാദികളെ വധിച്ചു. ലങ്ക മുഴുവനും ചുട്ടെരിച്ചു. അങ്ങനെ രാവണൻ അഭിമാനിച്ചിരുന്ന എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ്, ഞാനെന്ന ഭാവം മുഴുവനും നഷ്ടമായതിന് ശേഷമാണ് ഭഗവാൻ രാവണനെ വധിക്കുന്നത്. നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യുന്ന ആ ശ്രീരാമചന്ദ്രൻ്റെ നാമം ജപിക്കുകയാണ് ആണ്ടാളമ്മ. അത് കേട്ടിട്ട് ഈ ഗോപികയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ലേ? നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കേണ്ട. നിനക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടെങ്കിലും ഈ രാമനാമജപം കേൾക്കുമ്പോൾ നിനക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ലേ ഗോപികേ? ഭഗവാൻ ഉണരുന്നത് ഭക്തർക്ക് വേണ്ടിയാണ്. എന്നാൽ സംസാരികൾ ഉണരുന്നതോ അവരുടെ ഭൗതികപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഗോപിക ഇതിൽ രണ്ടിലും പെടുന്നില്ല. ഹേ നാരായണ, അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ സ്തുതിച്ചപ്പോൾ ആ ഗരുഡൻ്റെ പുറത്ത് കയറി ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭഗവാൻ വൈകുണ്ഠത്ത് നിന്ന് അങ്ങനെ പാഞ്ഞു വന്നു. ആ വേഗത മുനിമാർ കൂടി പുകഴ്ത്തി പാടാറുണ്ട്. ആ ഭഗവാന്റെ ഗുണഗണം നിനക്ക് എന്താണ് കിട്ടാത്തത്? ഞങ്ങൾ ഇനി നിന്നെ ഉണർത്താൻ വേണ്ടി രാമനാമം ജപിച്ച് ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളത് നാട്ടുകാർ മുഴുവനും അറിയാൻ വേണ്ടിയിട്ടാണോ നീ എണീറ്റ് വരാത്തത്? ഇനി ഇത് എല്ലാവരും അറിയണം എന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ. കാരണം അപ്പം നിൻ്റെ മഹത്വവും ഞങ്ങളുടെ ദുരാവസ്ഥയും എല്ലാവരും അറിയും. ഇതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ ഗോപിക ചാടി എഴുന്നേൽക്കുകയാണ്. പാവൈ വ്രതം എടുക്കാനായിട്ട് ആണ്ടാളമ്മയുടെയും ഗോപികമാരുടെയും കൂടെ ചേരുകയാണ് ആ ഗോപിക. ഹരേ കൃഷ്ണ.